ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ജിൻസി ഇവിടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ടെറസിന് മുകളിൽ നമ്മൾ കുറേ തുണി നനച്ച് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം കുഞ്ഞുങ്ങളുടെയൊക്കെ തുണിയാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ നമുക്ക് പെറുക്കി താഴെ കൊണ്ടിടണം. മടക്കുന്ന വീഡിയോസ് ഒന്നും ഇതിനകത്തിൽ എടുത്തിട്ടില്ല. കാര്യം നമുക്ക് ചെയ്യാൻ കുറച്ച് ജോലി ഉള്ളത് കാരണം അത് അന്നേരം മടക്കിയില്ലായിരുന്നേ, അവിടെ കൊണ്ടിട്ടതേ ഉള്ളൂ. പിന്നെ ടെറസിൽ നിറയെ കരിയില ആയിട്ടുണ്ട്. നമ്മുടെ ഈ മാവ് ഒക്കെ ഇങ്ങനെ നല്ലോണം ഇല പൊഴിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് ടെറസിൻ്റെ മുകളിലൊക്കെ നിറയെ കരിയിലയുണ്ടേ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ചിലപ്പോൾ ഓർക്കാറില്ല. ഒന്നാമത്തെ കാര്യം ചാനൽ തുടങ്ങിയതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയിച്ചൊക്കെ വരണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ശ്രമിക്കാം ഞാൻ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തൂക്കാൻ കണ്ടോ, മാവിൻ്റെ കരിയിലെ അവിടെ എല്ലാം കൊഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മാവ് പൂത്തിട്ടുണ്ട് നിറയെ കേട്ടോ. ഞാൻ കാണിക്കാം, ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. തുടർന്ന് ഞാൻ ഇനി ഏത് ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഇടണം എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാനതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതേ കണ്ടോ, നമ്മുടെ മാവൊക്കെ പൂത്തിട്ടുണ്ട്, കുറേ പൂത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ചെറിയ കായായിട്ട് വന്നിട്ടുണ്ട്, അതും കൊഴിഞ്ഞു പോകുന്നുണ്ട്. വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ലോണം അത് കൊഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കിന് തുടങ്ങിയ ജോലി, 4:30 തൊട്ടുള്ള ഒരു ജോലിയാണ്. ഒരു ഏകദേശം ഒരു 8-9 മണി വരെയൊക്കെ അടുപ്പിച്ച് ചെയ്ത ജോലികളാണ് ഇപ്പം വീഡിയോ എടുത്തത്. രാവിലെ തൊട്ടുള്ളതൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സമയം പോലെ എടുക്കാം. ഇനി നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കാണിക്കാം. അപ്പോൾ ഇതേ നമ്മൾ മാവിൻ്റെ കരിയിൽ മാത്രമുള്ള ആ സൈഡിൽ അവിടെ ആ കരിയിൽ മാത്രമേ വീഴാറുള്ളേ. അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ, ആ ഒരു മരവേ ഉള്ളൂ. ഇതേ കണ്ടോ, മാവ് പൂത്തിട്ടുണ്ടെന്ന് നിറയെ കണ്ടോ. ചെറിയ കായായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഈ കരിയിലൊക്കെ ഒന്ന് പറക്കി മാറ്റാം അവിടുന്ന്. ഇതേ മാവിൻ്റെ അത് കൊഴിഞ്ഞതാണ് ഞാനിപ്പോൾ കാണിച്ചതേ. അതിങ്ങനെ ഓടിച്ച് വിട്ടേക്കുന്നുണ്ട്, വ്യക്തമായില്ല, സാരമില്ല. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഓടിച്ച് വിടാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ ആയി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, കോവൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവൽ ടെറസിലോട്ട് പടത്തിയിട്ടുണ്ടെന്നേ. അപ്പോൾ അതാണ്, ആ കോവലാണ് കാണുന്നത്. പിന്നെ ഈ സൈഡും കൂടെ തൂക്കാനുണ്ട് നമുക്ക്. കോവലിൻ്റെ കുറേ വള്ളികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ താഴോട്ട് ഇങ്ങനെ വീഴാറായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് താഴോട്ട് ഇടുമായിരുന്നു. കുറേയൊക്കെ സമയത്ത് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കോവലെ. ഇതേ കണ്ടോ, ഉണങ്ങി ഇങ്ങനെ താഴോട്ട് നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടർത്തി താഴോട്ട് ഇട്ടതാണ്. ഇതേ കണ്ടോ കോവയ്ക്ക. ഇതിൻ്റെ ചുവടങ്ങ് താഴെയാണ്. ഞാൻ അന്ന് ആ ഒരു പറമ്പിലെ പണിയുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ടെറസിലോട്ട് പടർത്തിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണേ. ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ വീഡിയോ, അതുകൊണ്ട് മുഷിച്ചിലില്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്ക് ആ സൈഡിലത്തെ കരിയിലും കൂടെ ഒന്ന് വാരിയെടുക്കണം. അങ്ങനെ നമ്മുടെ തൂപ്പെല്ലാം കഴിഞ്ഞു. ദേ ക്ലീനായി കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് തൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നമ്മളുടെ തെങ്ങിന് തേങ്ങ ആട്ടിയതാണേ. അപ്പോൾ അത് പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആട്ടിയതാണ്, അതുകൊണ്ട് ആ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റാഞ്ഞേ. അപ്പോൾ അതിൻ്റെ ചിരട്ടയൊക്കെ മുകളിൽ തന്നെ നമ്മൾ ഇളക്കിയിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. കാര്യം വെയിൽ കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടേ, പിന്നെ തീ കത്തിക്കാൻ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടേ. ഇനി അടുത്ത് നമുക്ക് കോവയ്ക്ക പറിക്കാം.
നമ്മൾ മേളിൽ തന്നെ ഇപ്പം നിൽക്കുന്ന ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ കോവയ്ക്കൊക്കെ പറിക്കുന്നത്. നമുക്ക് കൂർക്ക ഇരിപ്പുണ്ട് മെഴുക്ക് വരട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ദിവസം ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന അന്ന് തന്നെ എടുത്തതാണേ. അതാണ് ഞാൻ ഷോർട്ടാക്കി ഇട്ടിരിക്കുന്നത്. ഒരുപാട് കോവയ്ക്കൊന്നുമില്ല. നേരത്തെയൊക്കെ ഒരുപാട് കോവയ്ക്ക കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് കുറേശ്ശേ കായ്ക്കുന്നുള്ളൂ ഇപ്പോൾ. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനേക്കുള്ളത് കിട്ടും കേട്ടോ. അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മുടെ അയ്യത്തുനിന്ന് തന്നെയൊക്കെ കിട്ടാറുണ്ട്. ഇതേ കണ്ടോ എത്രയും കോവലാണ് കിട്ടി. ഇനി നമുക്ക് താഴെ വന്നു അരി ഉഴുന്ന് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ എല്ലാവർക്കും ദോശയാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അരി ഉഴുന്നുമൊക്കെ അരച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അരി ഉഴുന്നും അരച്ച് വയ്ക്കാം. നല്ലതായിട്ട് കഴുകി അത് വെള്ളത്തിലിങ്ങനെ കുതിർക്കാൻ ഇട്ടിരുന്നതാണ്. കഴുകിയെല്ലാം നല്ലതായിട്ട് കുതിർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരയ്ക്കാൻ നേരം പെട്ടെന്ന് അരച്ചെടുക്കാം. പിന്നെ കുറച്ച് ചോറൂടെ ചേർക്കണം. അതുപോലെ തണുത്ത വെള്ളമാണ് ഞാൻ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ മാവ് ചൂടാവുകയല്ല, രാവിലെ ആകുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും തണുത്ത വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇത് തുടച്ചിടാം. പിന്നെ നമുക്ക് നാളെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറ് വേണം. അപ്പോൾ റൈസ് കുക്കറിൽ അരി കുറച്ച് തിളച്ചിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണേ. അപ്പോൾ അതാകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിനും വെന്തിരിക്കും. നമ്മൾ വടിമുട്ടയാണ് അരി ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് കഴുകി അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ചാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കിന് എളുപ്പമായിരിക്കും. ഞാൻ തിളയ്ക്കാൻ വെച്ചതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്തൊഴിച്ചൊന്ന് കഴുകുന്നുണ്ട് അരിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നു. തിളച്ച് വരുമ്പോഴത്തേനും തന്നെ ഇറക്കി വെക്കാം നമ്മളെ. കാര്യം പിന്നെ നമ്മൾ രാവിലെ അല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തിളച്ചു. അതുകൊണ്ട് നമുക്കിനി അത് കുക്കറിനകത്ത് ഇറക്കി വെക്കാം. സമയമുള്ളപ്പോഴൊക്കെ ഞാൻ അല്ലാതെ ചോറ് വയ്ക്കാറാണ് പതിവ്. ഇതിപ്പോൾ കുറേ ജോലിയൊക്കെ ഉള്ളത് കാരണം റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കുക ഇന്നത്തേക്ക്. നമ്മൾ കുറച്ച് കൂർക്ക വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂർക്ക വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് തൊലി നീക്കം ചെയ്ത് മെഴുക്ക് വരട്ടിക്കായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അപ്പം ഞാനിത് അരിഞ്ഞ് ഇപ്പോൾ തലേ ദിവസത്തെ വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അരിഞ്ഞ് ഞാനിത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. കാര്യം അപ്പോൾ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കൂർക്കയൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ഒരു കളറൊക്കെ മാറ്റം വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് നല്ലോണം കഴുകി അത് നെകക്കെ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതാകുമ്പോൾ രാവിലെ സ്കൂളിൽ വിടാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നമുക്കതൊന്നെടുത്ത് കുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അല്ലെന്നുണ്ട് രാവിലെ ഈ പണി ഇത്രയും ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ കുറേ സമയം പോകും. അപ്പോൾ രാവിലെ 3 പേരെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ ഒരു ദിവസം ഞാൻ എടുത്ത് ഇടാം. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന സമയത്ത് കുക്ക് ചെയ്തതാണ് ഇത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് മെഴുക്ക് പുരട്ടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന അന്ന് രാവിലെയുള്ള വീഡിയോ ആണേ. അപ്പോൾ എപ്പോഴും ഒന്നും ചിലപ്പം എടുക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ പിന്നീട് 2-3 വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടാനായിട്ട് ശ്രമിക്കാം. നല്ല തിരക്കായിരിക്കും രാവിലെ, അതാണ് പ്രശ്നം. കാര്യം വേറെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് നമുക്കതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. തന്നെയല്ല നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, പഠിച്ച് വരുന്നതേ ഉള്ളൂ.
ഇത് നമ്മൾ കൂർക്കൊക്കെ മെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫുൾ ഇത്രയും നേരം ഉപയോഗിച്ച് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വെക്കണം. ഇത് ഇത്രയും ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം. നല്ലതായിട്ട് മൂത്ത് വരുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം കൂക്ക ആയിട്ടുണ്ടേ. കണ്ടോ, ഇതാണ് കൂക്കയുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാകം. പിന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് രാത്രിയിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കള ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കിടക്കാൻ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും അടുക്കള ക്ലീൻ ചെയ്തിട്ടേ പോയി കിടക്കാറുള്ളൂ. എനിക്കൊരു പാത്രം പോലും പിന്നെ സിങ്കിൽ കിടക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം തുടച്ച് നീറ്റാക്കി ഇടണമല്ലേ എനിക്ക് പാറ്റയോ പല്ലിയോ ഒക്കെ കയറി വരുമെന്ന്. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയായാലും കഴുകി വയ്ക്കും. കഴുകി വയ്ക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു ഫുൾ വീഡിയോ പിന്നീടൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ തൽക്കാലം ഇതൊക്കെ കൊണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ട് കേട്ടോ. ഇത് അരി അരച്ച മിക്സിയൊക്കെയാണ് ആ സിങ്കിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. പിന്നെ ഒരു കറിച്ചട്ടി മീനും കറി വെച്ചതായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് കഴുകിയെല്ലാം വയ്ക്കണം. പിന്നെ എല്ലാം ഒന്ന് തുടയ്ക്കണം. ഇത് ഗ്യാസൊക്കെ ഞാൻ എന്നും രാത്രി തന്നെ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. എനിക്ക് ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. ഇത് അതെല്ലാം തുടച്ചു എല്ലാം കഴിഞ്ഞിട്ട് ആ തുണിയും കഴുകി അന്ന് എല്ലാ ദിവസവും ഈ തുണിയും കഴുകി വിരിക്കും. സമയം ഇപ്പം 8:30